നമസ്കാരം. തന്റെ ജീവിതം പകുതിയും ആഘോഷിച്ചു തീർത്ത ഒരച്ഛൻ സകല ദുശീലത്തിനും അടിമയായി മക്കളെ വളർത്താൻ പോലും പണമില്ലാതെ ഒടുക്കം അവരെ കൊല്ലുന്നു. ബന്ധുവിനോടുള്ള വാശി തീർക്കാൻ ഡൽഹിയിൽ ഒരു യുവാവ് തെരഞ്ഞെടുത്ത മാർഗം 5 വയസ്സുകാരനെ കൊല്ലുക എന്നതാണ്. കുട്ടികളോടുള്ള അതിക്രമങ്ങൾ അങ്ങനെ അയവില്ലാതെ തുടരുകയാണ്. ഒന്ന് പ്രതികരിക്കാനോ മറുത്ത് സംസാരിക്കാനോ പോലും കേൾപ്പില്ലാത്തവരെ ഉപദ്രവിക്കാൻ ആർക്കുമാകുമെന്നതിന് തെളിവാണ് വർദ്ധിച്ചു വരുന്ന കുട്ടികളോടുള്ള ഈ അതിക്രമങ്ങൾ. അത്തരം ചില വാർത്തകളാണ് 24 അവർ ഇന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. പല കുഞ്ഞുങ്ങളുടെയും മരണവാർത്തകളും കൊലപാതക വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട് മക്കളില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ കമന്റുകൾ. നിങ്ങൾക്ക് വേണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നുകൂടായിരുന്നോ, ഞാൻ പൊന്നുപോലെ നോക്കില്ലായിരുന്നോ എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ തെലങ്കാനയിൽ നിന്നാണ് ദുഃഖകരമായൊരു വാർത്ത വരുന്നത്. ഒരു പിതാവ് തന്റെ 3 മക്കളെ തടാകത്തിലെറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിനയാൾ പറഞ്ഞ കാരണമായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചത്. തെലങ്കാനയിലെ കാമറഡി ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. മാർച്ച് 6-ന് ഒരു യുവതിയും ഭർത്താവായ ഓട്ടോ ഡ്രൈവറായ യുവാവും കാമറഡി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തി. ആ പരാതി ഇങ്ങനെയായിരുന്നു: തങ്ങളുടെ 8ഉം 6ഉം 5ഉം വയസ്സുള്ള 3 പെൺമക്കളെ കാണാനില്ല. പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പെൺകുട്ടികളെ പെട്ടെന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് അവരുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും ഒക്കെ ശേഖരിച്ച് അത് പലയിടത്തും പ്രചരിപ്പിച്ചു. കുട്ടികളുടെ മാതാപിതാക്കളോടും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പോലീസ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവിടെ വെച്ചാണ് പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിൽ അവരുടെ പിതാവ് തന്നെ ആയിരിക്കുമോ എന്ന സംശയം പോലീസിനുണ്ടാകുന്നത്. പെൺകുട്ടികളെ അവസാനമായി കണ്ടതെവിടെയാണ്, അവർ പോയതെങ്ങോട്ടാണ് എന്നുള്ള ചോദ്യങ്ങളാണ് അവരെ കുഴപ്പിച്ചത്. കൊടും ക്രിമിനലായ പിതാവ് അതിലൊക്കെ പതറുകയാണ് ചെയ്തത്. പലപ്പോഴും അയാൾ പോലീസിന് നൽകിയത് പരസ്പര വിരുദ്ധമായ മറുപടികളായിരുന്നു. ആ മറുപടികളിലൂടെ പോലീസ് അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ പോലും അയാൾ ശ്രമിച്ചു. ഇതോടെ ഇയാളിലുള്ള സംശയം പോലീസിന് വർദ്ധിച്ചു. ഇയാളെ പറ്റി നടത്തിയ കൂടുതൽ അന്വേഷണവും ചോദ്യം ചെയ്യലുമെല്ലാം പോലീസിനെ കൊണ്ടെത്തിച്ചത് അതിക്രൂരമായ, ഭയപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന 3 കൊലപാതകത്തിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കാണ്. ഒരുപാട് ദുശീലങ്ങളുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ 3 പെൺകുട്ടികളുടെ പിതാവായ ഇയാൾ. സമ്പാദിക്കുന്ന പണമെല്ലാം നഷ്ടമായിക്കൊണ്ടിരുന്നതും ആ ദുശീലങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു. ഒടുക്കം കയ്യിൽ പണമില്ലാതായി, കടം കയറി, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്ത സാഹചര്യം വരെ എത്തി കാര്യങ്ങൾ. ഈ സാഹചര്യത്തിൽ 3 പെൺകുട്ടികളെ കൂടി വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഇയാൾ തെരഞ്ഞെടുത്ത മാർഗമായിരുന്നു തന്റെ 3 കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക എന്നത്. അങ്ങനെ ഇയാൾ തന്റെ മക്കളെ കൊല്ലാനുള്ള പദ്ധതി മെനഞ്ഞു. പദ്ധതി പ്രകാരം മാർച്ച് 6-ന് രാവിലെ ഇയാൾ തന്റെ 3 മക്കളെയും എന്തോ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സമീപത്തുള്ള തടാകത്തിനടുത്തേക്ക് കൊണ്ടുപോയി. തടാകത്തിനടുത്തെത്തിയ ഇയാൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ പിഞ്ച് ജീവനും ആഴമുള്ള തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കുഞ്ഞുങ്ങൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നത് അയാൾ കണ്ടുനിന്നു. പോലീസ് അന്വേഷണത്തിൽ 3 കുട്ടികളുടെ 2 പേരുടെ അവസാനത്തേതെന്ന് കരുതാവുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. പിതാവിനെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതായി പിന്നീട് പോലീസ് വ്യക്തമാക്കി.
സ്വന്തം മക്കളെ വളർത്താൻ കഴിയില്ലെങ്കിൽ കൊല്ലുക എന്ന തീരുമാനത്തിലേക്ക് പോലും എത്തുന്ന തരത്തിൽ ഇന്നത്തെ കാലത്തെ ചില മാതാപിതാക്കളുടെ ചിന്താഗതികൾ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാവും അവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക? എന്തായിരിക്കും അവരെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണം? ഇതൊക്കെ വലിയൊരു ചോദ്യമായി ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഡൽഹിയിലെ റാൻഹോളയിൽ കുടുംബവുമായുള്ള തർക്കത്തെ തുടർന്ന് ഒരു 22 വയസ്സുകാരൻ കൊലപ്പെടുത്തിയത് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ്. ബന്ധുവായ യുവതിയെ ഒരു പാഠം പഠിപ്പിക്കാനായി ക്രൂരൻ ഇല്ലാതാക്കിയത് ഒരു പിഞ്ച് ജീവനാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:20 ഡൽഹിയിലെ മോഹൻ ഗാർഡനിൽ നിന്നുള്ള ഒരു ആൺകുട്ടി കൊല്ലപ്പെട്ടതായും കഴുത്തിൽ മുറിവുകളുണ്ടെന്നും വ്യക്തമാക്കി റാൻഹോള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നത്. വൈകാതെ തന്നെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ചൊവ്വാഴ്ച മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നുവെന്നും കുട്ടിയുടെ കസിൻ രവികുമാറാണ് വീട്ടിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയുള്ള നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് മൃതദേഹം ആദ്യം കണ്ടെത്തിയതെന്നും കുട്ടിയുടെ പിതാവ് പോലീസിനോട് വ്യക്തമാക്കി. സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഇതൊരു കൊലപാതകം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ കുടുംബത്തിന്റെ ആദ്യ സംശയം നീണ്ടത് മറ്റാരിലേക്കുമായിരുന്നില്ല, ആ 5 വയസ്സുകാരന്റെ അമ്മയിലേക്കായിരുന്നു. കുടുംബവുമായുള്ള തർക്കങ്ങളെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കുട്ടിയുടെ അമ്മ വീട് വിട്ടുപോയത്. മരിച്ച കുട്ടിയുടെ പിതാവും അത്തരമൊരു സംശയം പോലീസിനോട് ഉന്നയിക്കുകയും ചെയ്തു. ഒടുക്കം ബീഹാറിലെ ഛപ്രയിൽ നിന്ന് കുട്ടിയുടെ അമ്മയെ കണ്ടെത്തുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ അമ്മയ്ക്ക് കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ലെന്ന കാര്യം പോലീസിന് വ്യക്തമായി. കൊലപാതകി ആരെന്ന് കണ്ടെത്താനായി പോലീസ് കുട്ടിയുടെ വീടിന് പരിസരത്തെ നിരവധി പേരെ ചോദ്യം ചെയ്തു. കൂടാതെ അവിടുത്തെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. ഈ അന്വേഷണത്തിൽ കുട്ടിയെ അവസാനമായി കണ്ടത് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3:24 രവികുമാറിനൊപ്പമാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതേ രവികുമാർ തന്നെയായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം വീട്ടുകാരെ അറിയിച്ചതും. അതോടെ പോലീസിന് പ്രതി ഇയാൾ തന്നെയെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. മത്സ്യവില്പനക്കാരനും തൊഴിലാളിയുമായ രവികുമാർ കുട്ടിയുടെ പിതാവിന്റെ അനന്തരവനാണ്. വൈകാതെ തന്നെ പോലീസ് ഇയാളെ പിടികൂടി വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനൊടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു. ആ 5 വയസ്സുകാരനെ കൊന്നത് അയാൾ തന്നെയെന്ന്. 5 तारीख को आफ्टरनून में एक इंसिडेंट की पुलिस को सूचना मिलती है कि 5 साल के बच्चे का किसी अननोन पर्सन ने मर्डर कर दिया है. बच्चे की डेड बॉडी एक अंडर कंस्ट्रक्शन बिल्डिंग में मिलती है, घर से अराउंड 50 स्क्वायर यार्ड दूर. पुलिस मौके पे पहुंचती है, काफ़ी टीमें इसमें बनती है, स्पेशल स्टाफ STF की टीमें, जिसमें उसकी मदर का पता किया जाता है, फादर से और उसके और भी रिलेटिव्स मल्टीपल उनसे पूछताछ की जाती है. और जितने भी एरिया के फुटेज है CDR एनालिसिस उसको किया जाता है. उसमें कुछ क्लू मिलते हैं, मदर को भी लाया जाता है. तो उसके बेसिस पे एक्यूज है जो कि इसके फादर का नेफ्यू है, उसको अरेस्ट किया जाता है. और उसका नाम है रवि, 22 साल का है. फिश मार्केट में फिश बेचने का काम करता है. मोटिव इसका मेन ये था कि जो इसका बच्चा है उसका फादर का और मदर का डिस्प्यूट था, कहीं ना कहीं एक्स्ट्रा मैरिटल अफेयर की भी उनमें बीच वो थी. तो इसी बीच में ये जो एक्यूज है वो अपने मामा के साथ रहता था और इसने उसी के उसमें एक फिट ऑफ रेज में गुस्से में झगड़े के दौरान बाद में जैसे उसकी माँ चली गई बच्चे को छोड़ के, तो कहीं ना कहीं डिस्प्यूट में एक फिट ऑफ रेज में ये इंसिडेंट. അയാൾ കുട്ടിയെ കൊന്നതിനുള്ള കാരണം ഇതായിരുന്നു. കുട്ടിയുടെ അമ്മയും അമ്മാവനും തമ്മിൽ കുടുംബ തർക്കങ്ങൾ പതിവായിരുന്നു. 5 വയസ്സുകാരന്റെ അമ്മയായ ആ സ്ത്രീയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന പദ്ധതിയിലായിരുന്നു രവികുമാർ. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം 5 വയസ്സുകാരനെ ഒറ്റയ്ക്ക് രവികുമാറിന്റെ കയ്യിൽ കിട്ടുന്നത്. മദ്യലഹരിയിലായിരുന്ന അയാൾ കുട്ടിയെ നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച്
കഴുത്തിലമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പിന്നീട് മരണം ഉറപ്പുവരുത്താനായി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അയാൾ ആ കുഞ്ഞിന്റെ കഴുത്തറുത്തു. പിന്നീട് ധരിച്ചിരുന്ന ജാക്കറ്റ് ഉപയോഗിച്ച് അയാൾ ആ മൃതദേഹം മൂടി. സ്വബോധം തിരികെ കിട്ടിയപ്പോഴാണ് അയാൾക്ക് പിന്നീട് താൻ ചെയ്തു പോയ തെറ്റിന്റെ ആഴം എത്രയെന്ന് ബോധ്യമായത്. കുറ്റബോധം കാരണം അയാൾ വീണ്ടും 2 ദിവസം കൂടി മദ്യപാനം തുടർന്നു. അപ്പോഴൊക്കെ ആ പിതാവ് തന്റെ മകനായുള്ള തെരച്ചിലായിരുന്നു. 2 ദിവസത്തിനു ശേഷം ചെറിയ മരക്കഷ്ണങ്ങൾ ശേഖരിക്കാനെന്ന വ്യാജേന രവികുമാർ കുട്ടിയുടെ മൃതദേഹം കിടക്കുന്ന കെട്ടിടത്തിലേക്ക് വീണ്ടും പോയി. പിന്നീട് അവിടെ നിന്ന് മടങ്ങി വന്ന് കുട്ടിയെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് കുടുംബാംഗങ്ങളോട് അയാൾ കള്ളം പറഞ്ഞു. ഇയാളിൽ നിന്നും കുട്ടിയുടെ കഴുത്തറക്കാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് പിന്നീട് കണ്ടെത്തി. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. അവിടെ ഒരു 26-കാരന്റെ മരണം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഈ യുവാവ് മരണപ്പെടുന്നതാകട്ടെ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചതായി ആരോപിക്കപ്പെട്ട് ചികിത്സയിലിരിക്കുകയാണ്. ഇതാണ് ജനരോഷമുയരാനുള്ള പ്രധാന കാരണം. ആ മരണം ഒരു കസ്റ്റഡി മരണമാണോ അതോ യുവാവിന്റെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ നീക്കങ്ങൾ സംശയ നിഴലിലാണിപ്പോൾ. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു 26-കാരനായ ആകാശ് ഡെലിസൺ എന്ന യുവാവ്. മാർച്ച് 6-നായിരുന്നു 37-40 വയസ്സുള്ള ജയകുമാർ അഴകൻ എന്നിവരെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആക്രമിച്ചു എന്ന പരാതിയുടെ പുറത്ത് പോലീസ് ആകാശിനെയും അയാളുടെ സുഹൃത്തായ ഗുണയെയും അറസ്റ്റ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ മനാമദുരൈ സ്വദേശികളാണ് ആകാശും ഗുണയും. ആക്രമിക്കപ്പെട്ട അഴകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 324, 396B, 118, 109, 351 എന്നിവ പ്രകാരമായിരുന്നു മനാമദുരൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനു പുറമെ തന്നെ ആകാശ് ഡെലിസൺ എന്ന 26-കാരൻ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും 1985-ലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം 3 കേസുകളും ഒരു കൊലപാതക ശ്രമ കേസും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നും പോലീസ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു. പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇതിനൊക്കെ ശേഷമാണ്. പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ആകാശിനെ പിന്നീട് അവന്റെ വീട്ടുകാർ കാണുന്നത് മരണത്തോട് മല്ലടിക്കുന്ന നിലയിൽ മനാമദുരൈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലായിരുന്നു. തങ്ങളുടെ മകന് എന്ത് സംഭവിച്ചു എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് പോലീസ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന ആകാശ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആകാശിനെ അന്വേഷിച്ച് പോലീസ് ഇൻസ്പെക്ടറും സംഘവും പോയപ്പോൾ പോലീസിനെ കണ്ട് ഭയന്ന ആകാശ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. ഇതേ തുടർന്ന് അവന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് ആകാശിനെ മധുരയിലെ ഗവൺമെന്റ് രാജാജി ആശുപത്രിയിലെ കുറ്റവാളികളുടെ വാർഡിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് ആ യുവാവ് മരിക്കുകയുമായിരുന്നു. ആകാശിന് ഒന്നിലധികം ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഫാറ്റ് എംബോളിസം മൂലമാകാം മരണമെന്നുമായിരുന്നു GRH വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ആകാശിന്റെ മരണത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ സംഭവത്തിനെതിരെ തമിഴ്നാട്ടിൽ ഉയർന്നു തുടങ്ങി. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ആകാശ് മരിച്ചതെന്നാരോപിച്ച് കുടുംബാംഗങ്ങളും ബന്ധുക്കളും മൃതദേഹം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും മനാമദുരൈ ബസ് സ്റ്റാൻഡിന് സമീപം മധുര ഹൈവേയിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. ഇപ്പോഴും അവിടെ സംശയമായി നിലനിൽക്കുന്നത് പോലീസ് നൽകിയ വിശദീകരണമാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു യുവാവ് വെറും ഒരു ആക്രമണത്തിന്റെ പേരിലെടുത്ത കേസിൽ ഭയന്ന് എന്തിന് രക്ഷപ്പെടണമെന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. സംഭവത്തിൽ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. மதுரையில் போய் பார்த்தபோது அவன் சொல்லியிருக்கிறான், என் உடம்பிலிருந்து இரத்தத்தை எடுத்தார்கள், சாதியை சொல்லி அடித்தார்கள், நீ இந்த சாதியில் பிறந்துவிட்டு மேல் சாதி இளைஞனை தாக்கக்கூடிய அளவுக்கு உனக்கு தைரியம் வந்து விட்டதா என்றெல்லாம் கேட்டடித்தார்கள் என்று
தன் தந்தையிடம் அந்த இளைஞன் சொன்னதாக உயிரிழந்த அந்த இளைஞனின் தந்தை என்னிடத்திலே கூறினார், கதறி அழுதார். காவல்துறையின் கட்டுப்பாட்டில் இருக்கிற போது அவன் மருத்துவமனைக்கு செல்ல நேர்ந்தது ஏன், ഉയരിഴക്ക നേർന്നത് ഏൻ എன்கிற കേൾവി എഴുപത് ഇയൽബുതാൻ. ഒരു കേസുമായി ബന്ധപ്പെട്ട് മകനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് ആകാശിന്റെ അച്ഛൻ രാജേഷ് കണ്ണനും അമ്മ ആനന്ദിനെയും വ്യക്തമാക്കി. നിങ്ങളുടെ മകനെ പിടികൂടിയാൽ ഞങ്ങൾ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും ആ പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ നീക്കങ്ങളിൽ സംശയമുണ്ടാകുന്നത് ഈ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുമ്പോഴാണ്. എന്തായാലും ആ ചെറുപ്പക്കാരന്റെ മരണത്തിലെ സത്യാവസ്ഥ വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.